ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് അതിലെ മൂന്നാമത്തെ പാർട്ടാണ്. എന്താണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്? സ്ക്വയർ പ്രൊഡക്റ്റ് അല്ലേ? എന്താണ്? സമചതുര സംഖ്യകൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സ്ക്വയർ നമ്പേഴ്സിനെ കുറിച്ചിട്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്ക്വയർ നമ്പേഴ്സ്. ഇവിടെ എന്താണ് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ, എങ്ങനെ ഗുണിക്കാം, സമചതുരങ്ങളുടെ ഗുണനം. അപ്പൊ നോക്കൂ, ഇവിടെ 4 എന്നത് നമുക്കറിയാം ഒരു സ്ക്വയർ നമ്പർ ആണ് അല്ലെ, ഒരു സമചതുര സംഖ്യയാണ്. 9ഉം ഒരു സമചതുര സംഖ്യയാണ്. 4 × 9 എത്രയാ? 36. 36ഉം ഒരു എന്താണ്? സമചതുര സംഖ്യയാണ് അല്ലെ, സ്ക്വയർ നമ്പർ ആണ്. നോക്കൂ, ഇതുപോലെ നമുക്ക് മറ്റൊരു നമ്പർ നോക്കാം. 25 × 16. ഇതൊരു സ്ക്വയർ നമ്പർ ആണോ? ഇതിന് രണ്ടിനെയും നോക്കൂ, 25ഉം 16ഉം. അപ്പൊ നോക്കാം നമുക്ക്. 25 എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുക? 5 × 5 ആണ് അല്ലെ. 16 എന്ന് പറയുമ്പോഴെന്താണ്? 4 × 4 ആണ്. അപ്പൊ നമുക്ക് നോക്കൂ, അപ്പോൾ 5 × 5 എന്ന് പറഞ്ഞാലും 4 × 4 എന്ന് തന്നെ ഈ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ രണ്ടിനെയും ഒരു 5നെയും ഒരു 4നെയും ഒരുമിച്ച് എഴുതിയാലും സെയിം തന്നെയാണല്ലോ. അപ്പൊ 25 × 16 = എത്രയാണ്? 5 × 4 × 5 × 4 എത്രയാണ്? 5 × 4 20. 5 × 4 20. 20 × 20 അല്ലേ. അപ്പൊ 20 × 20 എന്ന് പറഞ്ഞാൽ 25 × 16 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. റീറൈറ്റ് ഈച്ച് ഓഫ് ദ പ്രൊഡക്ട്സ് ബിലോ വാസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ബൈ ഇറ്റ് സെൽഫ്. എന്താണ്? ചുവടെ കൊടുത്തിട്ടുള്ള ഓരോ ഗുണത്തെയും ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടില്ലേ, നമ്മൾ എന്ത് ചെയ്തു? 25 × 16 എന്നതിനെ നമ്മൾ എങ്ങനെ എഴുതി? 20 × 20 അല്ലേ, അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി എഴുതി. ആ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കൂ, 9 × 16. ഓക്കെ, 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 എന്ന് പറഞ്ഞാൽ ഏതാണ്? 3 × 3 ആണ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കൊന്ന് എഴുതി നോക്കാം. നോക്കൂ, 9 × 16 എന്നുള്ളതിനെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 3 ആണല്ലേ, 3 × 3 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. സ്റ്റെപ്പായിട്ട് നമുക്ക് മൈൻഡ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് 3 × 3 ആണ് അല്ലേ. അപ്പോൾ 3 എന്ന് എഴുതാം. നമുക്ക് 3 എന്ന് എഴുതി. യെസ്, ഓക്കെ. 3 × എത്രയാണ്? 16 ഏതാണ്? 4 × 4 ആണ് 16 അല്ലേ. അപ്പൊ 3 × 4 ഇൻറ്റു എത്രയാണ്? 3 × 4 തന്നെയാണ് അല്ലേ. അപ്പൊ 2 സെപ്പറേറ്റ് ആയിട്ട് എഴുതി. 3 × 4 ആണ്. നോക്കൂ, ഇനി രണ്ടും മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം നമുക്ക്. 3 × 4 എത്രയാണ്? 12. 12 × 12. അപ്പൊ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി എഴുതിയില്ലേ. ഈ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 16 × 36 അല്ലേ. എങ്ങനെ എഴുതാം? 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 4 ആണ് അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി? 4 × എന്നിട്ട് 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 × 6 ആണ് അല്ലേ, സ്ക്വയർ നമ്പർ ആണ്. അപ്പോൾ 4 × 6 എങ്ങനെ എഴുതാം? 4 × 6ഉം ഇവിടെ എന്ത് എഴുതാം? ഇവിടെയും 4 × 6 എഴുതി അല്ലേ. 4 × 6 എത്രയാ? 24. 24 × 24 അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി എഴുതി. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 2 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 1, 3, 5 ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 400? എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 1, 3, 5. നമുക്കറിയാലേ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9 ഇതുപോലത്തെ നമ്പേഴ്സ് ആണ്. അത് എത്ര എണ്ണം ആഡ് ചെയ്യുമ്പോഴാണ് 400 കിട്ടുക എന്നുള്ളതാണ്. 400 കിട്ടണമെങ്കിൽ എത്ര എണ്ണം ആഡ് ചെയ്യണമെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. 1, 3, 5, 7, 9 നമ്മൾ അങ്ങനെ 400 വരെ എഴുതി നോക്കണം അല്ലേ. അപ്പൊ അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? നോക്കൂ, ഇപ്പോൾ 1ഉം 3ഉം 1ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര ഉണ്ടാവുക? 4 ഉണ്ടാവും അല്ലേ. 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്. 1, 3ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 9 കിട്ടും അല്ലേ. അപ്പോൾ 3 × 3 9 ആണ്. അങ്ങനെ 400 കിട്ടണമെങ്കിൽ ഏതൊക്കെ മൾട്ടിപ്പിൾ ചെയ്യണം നോക്കിയാൽ പോരെ. 400 കിട്ടണമെങ്കിൽ ഏതൊക്കെ മൾട്ടിപ്പിൾ ചെയ്യണം? 20 × 20 എത്രയാണ്? 400 ആണ് അല്ലേ. അപ്പം എത്ര ഓഡ് നമ്പേഴ്സ് വേണം 400 കിട്ടണമെങ്കിൽ? 20 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 400 കിട്ടുക. ഓക്കെ,
20 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 400 കിട്ടുക. ഇനി അടുത്ത അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പർ ആഡഡ് ഇൻ ദിസ് വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പർ. അപ്പൊ ഇതിൽ ഏറ്റവും ലാസ്റ്റിലെ ഓഡ് നമ്പർ ഏതാന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടെത്താം? അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റിലെ ഈവൻ നമ്പർ ഏതാന്ന് കണ്ടെത്തിയാൽ പോരെ. ഈവൻ നമ്പർ കിട്ടിയപ്പോൾ നമുക്ക് ഓഡ് നമ്പർ പെട്ടെന്ന് കണ്ടെത്താലോ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഈവൻ നമ്പർ കണ്ടാൽ തന്നെ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്കറിയാം ഓഡ് നമ്പർ ഏതാന്നല്ലേ, 20. ആ 20നോട് 20യുടെ കൂട്ടുമ്പോൾ എത്ര ഉണ്ടാവുക? 40 അല്ലേ, 40 ആണ്. 40യിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ എത്രയായിരിക്കും? 39. അപ്പൊ ലാസ്റ്റ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 39 ആയിരിക്കും. ഓക്കെ, നമ്മൾ മൈൻഡ് വെച്ച് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം കേട്ടോ. അതുപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് ലാസ്റ്റിലെ. വിച്ച് ഈസ് ദ 15th ഓഡ് നമ്പർ. 15th ഓഡ് നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടെത്തിയ അതേപോലെ തന്നെ അത് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to this number. അപ്പൊ എന്താണ് ഫസ്റ്റ് നോക്കാം നമുക്ക്. വിച്ച് ഈസ് ദ 15th ഓഡ് നമ്പർ. 15th ഓഡ് നമ്പർ എങ്ങനെയാ കണ്ടെത്തുക? 50ാമത്തെ ഓഡ് നമ്പർ ഏതാന്നല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 50ാമത്തെ 50 + 50 നമുക്കറിയാം ഈവൺ നമ്പർ കണ്ടെത്തിയാൽ മതി അല്ലേ. അതിന് എന്ത് ചെയ്താൽ മതി? 50 + 50 എത്രയാണ്? 100 ആണ് അല്ലേ. അപ്പൊ 100ൽ നിന്ന് ഒന്ന് മൈനസ് അതിന്റെ തൊട്ട് ബേക്കുള്ളത് ഏതായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ ഏതാണ് 15th ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 99 ആണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to this number. 1 മുതൽ ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ള ഓഡ് നമ്പർ 1 മുതൽ 50 വരെയുള്ള ഓഡ് നമ്പേഴ്സ് അല്ലെ. ഈ 50 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല. വാട്ട് ഈസ് ദ ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to വാട്ട് ഈസ് ദ സം എത്രയാന്ന് കണ്ടെത്താനാണ്. അപ്പൊ സം കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 1, 3, 5, 7 ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ. അതിനേക്കാളും സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇപ്പൊ 90 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഓഡ് നമ്പർ ആണ്? 15th ഓഡ് നമ്പർ ആണ് നമ്മൾ കണ്ടെത്തി അല്ലേ. അപ്പൊ നമുക്ക് 15th ഓഡ് നമ്പർ ആണ് 99 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ സമ്മ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ 15th ഓഡ് നമ്പറിനെ 50 കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് അതിന്റെ എത്രയാണ് സം എന്ന് കിട്ടും. അപ്പൊ 50 × 50 എത്രയാണ്? 2500. എത്ര ആൻസർ വരുന്നത്? 2500 ആണ് ആൻസർ വരുന്നത്. എത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ.